ടൈംസിൽ നിന്നുള്ള വാർത്ത തന്നെ പറഞ്ഞു തുടങ്ങാം. ആദ്യത്തെ വാർത്ത GST യെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. റിമൂവൽ ഓഫ് 18% GST on life health insurance shall take up with the GST Council, says Finance Minister Nirmala Sitharaman. GST on life health insurance, both policyholders and insurers want the center to remove 18% GST on insurance premium. The 18% GST on insurance products is seen as a deterrent to insurance penetration as consumers bear the brunt of higher premiums. Finance Minister Nirmala Sitharaman said on 7th August 2024, tax has been there on medical insurance even before the introduction of GST. Union Minister Nitin Gadkari wrote to Finance Minister Nirmala Sitharaman urging her to roll back the 18% GST on such financial products. അപ്പോൾ GST നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള പ്രോഡക്റ്റിന്റെ പ്രീമിയത്തിന് 18% ചാർജ് ചെയ്യുന്നതിന് എതിരെ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. പലരും അത് റിമൂവ് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. പല പ്രമുഖരും ഈ മന്ത്രിസഭയിൽ തന്നെയുള്ള ഒരു മന്ത്രിയായ നിതിൻ ഗഡ്കരിയും ഇതിനെക്കുറിച്ച് ഒരു ലെറ്റർ എഴുതിയിരുന്നു ഫിനാൻസ് മിനിസ്റ്ററിന്. പക്ഷേ ഫിനാൻസ് മിനിസ്റ്റർക്ക് ഇത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല, സെൻട്രൽ ഗവൺമെന്റിന് ഇത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. GST കൗൺസിലിൽ ഇത് ഡിസ്കസ് ചെയ്ത് കളക്റ്റീവായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇത് GST കൗൺസിലിൽ ഇത് പ്രസന്റ് ചെയ്യാമെന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞതായിട്ട് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഇതിന് മുമ്പും തന്നെ ഈ GST എന്നുള്ള കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രീമിയത്തിനൊക്കെ സർവീസ് ടാക്സ് ഒക്കെ ഉണ്ടായിരുന്ന ആണ്. അപ്പൊ ഇത് പുതിയതൊരു കാര്യമല്ല, ഇത് മുൻപേ ഉണ്ടായിരുന്നതാണ്. ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല എന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ വാർത്ത, 5G phones capture 79% of market in Q2 as shipments surge by half. In Q2 2024, India's 5G smartphone shipments increased by 56% year on year, reaching a 79% market share as reported by Cyber Media Research. Vivo topped the segment with a 21% share and Samsung followed closely. Smartphones between 10,000 rupees and 13,000 rupees saw a massive growth. Overall, India's smartphone shipments fell 4% year on year. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ഇന്ത്യയിലെ ഫോൺ വിപണി മുന്നോട്ട് കുതിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. മൊബൈൽ ഫോൺ വിപണി Q2, അതായത് രണ്ടാം പാദം, ഈ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദം അതിൽ നമുക്ക് ഏകദേശം 79% 5G ഫോൺസ് ആണ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ വിവോ എന്ന ബ്രാൻഡിനാണ്, 21%. അത് കഴിഞ്ഞാണ് സാംസങ്ങിന്റെ മാർക്കറ്റ് ഷെയർ എന്നും പറയുന്നു. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വിറ്റഴിഞ്ഞ മൊബൈൽ ഫോണിന്റെ പ്രൈസ് 10 മുതൽ 13,000 രൂപ ഇടയ്ക്കുള്ള മൊബൈൽ ഫോൺസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതെന്നും ഇതിൽ പറയുന്നു. ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ 7th പേ കമ്മീഷൻ ഡിയർനെസ് അലവൻസ് ഹൈക്ക് അനൗൺസ്മെന്റ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് സൂൺ. 7th pay commission news. Central government employees awaiting dearness allowance hike for July to September will very soon receive a good news. The Narendra Modi government is expected to announce the next DA hike in the first week of September, according to the reports. The last DA hike of 4% was announced in March this year, but was implemented retrospectively from January 2024, taking the dearness allowance level to 50% of the basic salary for the government employees. ഇപ്പോൾ 7ാമത് സാമ്പത്തിക പേ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള DA വർദ്ധിപ്പിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് വർദ്ധിപ്പിക്കുന്ന ഒരു ന്യൂസ് ഉടൻ പുറത്തു വരും എന്നാണ് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 4% വരെ DA കൂടുമെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതുവരെ ഉള്ള എല്ലാ DA ഹൈക്കും പരിഗണിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ശമ്പളത്തിന്റെ 50% ഡിയർനെസ് അലവൻസ് ആകുമെന്നും ഇതിൽ പറയുന്നു. പിന്നെ അടുത്തൊരു വാർത്ത വീണ്ടും ഫൈനാൻഷ്യൽ എക്സ്പ്രസിൽ നിന്നും, ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ടു യൂസ് 20% ബയോഫ്യൂവൽസ് മെയ്ഡ് ഫ്രം stubble by 2029, Nitin Gadkari. Union Minister Nitin Gadkari on Wednesday announced in the Rajya Sabha that India's aviation industry is set to adopt 20% bio-aviation fuel within the next 5 years. Gadkari explained that this initiative will start with
stubble as a key raw material, with farmers receiving rupees 2,500 per ton for their contribution. Within 5 years, our aviation industry will use 20% of bio aviation fuel. അപ്പോൾ നമ്മുടെ വ്യോമയാന മേഖലയിൽ ഇന്ധന ഉപയോഗത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. നിതിൻ ഗഡ്കരി ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ പറഞ്ഞത്, രാജ്യസഭയിൽ പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടുത്ത 5 വർഷത്തിൽ നമ്മുടെ വ്യോമയാന മേഖലയിൽ 20% ഉള്ള ഇന്ധനം ബയോ ഫ്യൂവൽ ആയിരിക്കും, ബയോ ഏവിയേഷൻ ഫ്യൂവൽ. അത് ഈ കർഷകരിൽ നിന്നും ചില സ്റ്റബിൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പോലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവൽ ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നതെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. ഇത് കാരണം ഫാർമേഴ്സിനും, അതായത് കർഷകർക്കും ഇതിൽ ലാഭമുണ്ടാകും. 2,500 രൂപ ഒരു ടൺ സ്റ്റബിളിന് അവർക്ക് കിട്ടുമെന്നും പറയുന്നു. മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ SEBI's move for transparency in foreign portfolio investment through ODIs get mixed reactions. The capital markets regulator proposal to increase disclosure to address the regulatory arbitrage for foreign investments in Indian markets has led to mixed reactions. SEBI on Tuesday proposed to harmonize disclosure requirement for foreign portfolio investments by extending the same to subscribers of offshore derivative instruments or participatory notes at sub-funds of foreign portfolio investments. ഇപ്പോൾ പുറത്തു നിന്നും ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ, ഓഹരി വിപണിയിലൊക്കെ നിക്ഷേപിക്കാൻ വരുന്ന പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ക്ലോഷർ നോംസ് അത്ര കൂടുതലില്ല. പക്ഷെ ഇപ്പോൾ സെബി അത് കൂടുതലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആരാണ് ആക്ച്വൽ ഇൻവെസ്റ്റർ എന്ന് അറിയാതെ വേറെ പല ഓർഗനൈസേഷൻസ് വഴിയൊക്കെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലോട്ട് വരാറുണ്ട്. അതിന് കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടി സെബി നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് മിന്റിൽ പറയുന്നത്. എന്നാൽ ഇത് ഇൻഡസ്ട്രിയിൽ വലിയ തോതിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണർത്തിയിട്ടില്ല എന്നും ഇതിൽ പറയുന്നു. അടുത്തൊരു വാർത്ത ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ കുറിച്ചാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അമെൻഡ്മെന്റ് എക്സ്പോർട്സ് cheer decision to restore indexation benefit for property. So land and building owners now have a reason to cheer. The government has proposed an amendment to Finance Bill 2024 regarding long-term capital gains tax, thereby relieving property owners of the extra tax burden that would have arisen on account of the latest changes announced by Finance Minister Nirmala Sitharaman. അപ്പോ ഇന്നലെ നമ്മൾ വായിച്ചിരുന്നു, ഒരു അമെൻമെന്റ് വരാൻ സാധ്യതയുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഇൻഡെക്സേഷൻ എടുത്ത് കളഞ്ഞത് വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. ജൂലൈ 23, 2024 വരെ മേടിച്ച ഏത് പ്രോപ്പർട്ടിക്കും ഇൻഡെക്സേഷൻ വഴി 20% അല്ല ഇൻഡെക്സേഷൻ ഇല്ലാതെ 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കൊടുക്കാം എന്നുള്ള റൂളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് വിത്ത് യങ്ങർ പോപ്പുലേഷൻ ഹാഡ് ദി ഹയർ എംപ്ലോയ്മെന്റ് ഗ്രോത്ത്. ഇത് ബിസിനസ് ലൈനിൽ നിന്നുള്ള വാർത്തയാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇസ് വർക്കിംഗ് മോർ ഇൻ ഫേവർ ഓഫ് ഇന്ത്യ ദാൻ ഓഫ് അതർ കൺട്രീസ് ആൻഡ് വിത്തിൻ ഇന്ത്യ. While the states with a greater number of factories employed more people, those with young populations saw higher employment growth rates. Tamil Nadu, Gujarat, Maharashtra account for 40% of the factory employment. അപ്പോ നമ്മുടെ ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ 50% ആൾക്കാർക്ക് 35 വയസ്സിന് താഴെ പ്രായമുള്ളൂ. അതിന് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വലിയൊരു പോസിറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്. അപ്പൊ അതിൽ ഫർദർ ആയിട്ട് അനലൈസ് ചെയ്ത ഡാറ്റയാണ് ബിസിനസ് ലൈൻ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ സംസ്ഥാനത്താണോ കൂടുതൽ യങ്ങർ പോപ്പുലേഷൻ ഉള്ളത് ആ സംസ്ഥാനങ്ങളിൽ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് കൂടുതൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത ബിസിനസ് ലൈൻ ഈ വാർത്തയിൽ കൂടെ വെക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ഫാക്ടറി ഉള്ളതും. ഇന്ത്യയിലുള്ള ടോട്ടൽ ഫാക്ടറി എംപ്ലോയ്മെന്റിന്റെ 40% തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ 3 സംസ്ഥാനങ്ങളിലാണെന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. IIT Indore develops e-shoes for live location tracking. The Indian Institute of Technology Indore has delivered 10 pairs of Tribo electric nano generator based shoe sole energy harvesting units to the Defense Research and Development Organization, which will help in live location tracking of jawans and help improve the performance of athlete as well. അപ്പോൾ നമ്മുടെ IIT Indore ഒരു പുതിയ ഒരു ഷൂ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
അതിന്റെ 10 പേര് അവര് DRDO ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഷൂവിനകത്ത് ഒരു സിസ്റ്റം, GPR സിസ്റ്റം പോലെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഷൂ ഉപയോഗിച്ച് കൊണ്ട് നടന്നാൽ ആ ആൾ എവിടെയുണ്ടോ അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഷൂ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആദ്യം ഇതൊന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പട്ടാളക്കാർക്ക് കൊടുക്കും. അതിനുശേഷം സ്പോർട്സിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം ഷൂ ആണെന്നാണ് ഇതിൽ പറയുന്നത്. അത്ലറ്റ്സിനും ഇത് ഉപയോഗപ്രദമായിരിക്കും, അവരുടെ പെർഫോമൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാനെന്നാണ് ഇതിൽ പറയുന്നത്. എന്തായാലും ഒരു നല്ലൊരു ഇന്നോവേഷൻ ആണത്. ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ റിലയൻസ് Jio subscriber base jumps to 481 million. 108 million is using 5G. Reliance Jio, the leading telecommunications company in India, witnessed its subscriber base jump by 42.4 million to 481.8 million in 2023-24. The report added that over the total user base, 108 million subscribers have migrated to 5G network. With the 5G network rollout, the company now commands 85% share of country's 5G capacity. റിലയൻസ് ജിയോയുടെ ആനുവൽ റിപ്പോർട്ടിൽ നിന്നുള്ള ഒരു വാർത്ത ബിസിനസ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. റിലയൻസ് അവർക്ക് കഴിഞ്ഞ വർഷം അവര് 42.4 മില്യൺ, അതായത് 4.24 കോടി പുതിയ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ വർഷം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് മൊത്തം 48.18 കോടി പേരാണ് റിലയൻസ് ജിയോ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ്. ഇതിൽ 10 കോടി ജനങ്ങൾ, 10.8 കോടി ജനങ്ങൾ ഈ റിലയൻസിലെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് 5G ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള 5G കപ്പാസിറ്റിയിൽ 85% മാർക്കറ്റ് ഷെയറും റിലയൻസിനാണെന്നാണ് ബിസിനസ് സ്റ്റാൻഡേർഡ് പറയുന്നത്. 10ാമത്തെയും അവസാനത്തെയും വാർത്ത, ടെക് ലേ ഓഫ് കണ്ടിന്യൂ, ഡെൽ ടു സ്ലാഷ് 12,500 jobs in restructuring for artificial intelligence era. In its latest round of layoffs, US-based computer maker Dell has announced the termination of around 12,500 employees. Last year, Dell also eliminated 13,000 jobs in 2 rounds of cuts. In a statement released on Monday, the company said it is cutting some sales jobs to reorganize its business for the artificial intelligence era. So, artificial intelligence ഒക്കെ വന്നത് കാരണം അതിന് തയ്യാറെടുത്തുകൊണ്ട് അമേരിക്കൻ ടെക് കമ്പനിയായ ഡെല്ല് ഈ വർഷം 12,500 ജോബ്സ് കുറയ്ക്കുന്നു, തൊഴിൽ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. 12,500 പേരെ പിരിച്ചുവിടുന്നു. കഴിഞ്ഞ വർഷം 13,000 പേരെ അവർ പിരിച്ചുവിട്ടിരുന്നു. ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോട്ട് അലൈൻമെന്റ് ചെയ്ത് അവരുടെ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തുന്നതെന്ന് ഇതിൽ പറയുന്നു. ഇന്നലെ ഓഹരി വിപണി മുന്നേറി. ഇന്നലെ ഓഹരി വിപണി സെൻസെക്സ് 874.94 പോയിന്റ് ഉയർന്ന് 1.11% ഉയർന്ന് 79,468.01 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 304.96 പോയിന്റ്, അതായത് 1.27% ഉയർന്ന് 24,297.50 വ്യാപാരം അവസാനിപ്പിച്ചു. 10 ഗ്രാം സ്വർണത്തിന് ഇന്നലെ വില 251 രൂപ കുറഞ്ഞു, 0.36% കുറഞ്ഞ് 70,004 രൂപയാണ് 10 ഗ്രാം സ്വർണത്തിന്റെ വില. രൂപയുടെ മൂല്യം 83 രൂപ 95 പൈസയായിരുന്നു ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മുടെ ഓഹരി വിപണി ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് ചെറിയ നെഗറ്റീവ് സോണിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. 259.80 പോയിന്റ് താഴ്ന്ന് 0.33% താഴ്ന്ന് 79,208.21 ഇപ്പോൾ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 79.05 പോയിന്റ് താഴ്ന്ന് 0.33% താഴ്ന്ന് 24,218.45 ഇപ്പോൾ നിൽക്കുന്നത്. പൊതുവെ ഓഹരി വിപണി 2 ദിവസം മുമ്പത്തെ ഇടിവിന് ശേഷം എല്ലാ മാർക്കറ്റുകളും വീണ്ടും സ്റ്റെബിലൈസ് ആയിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. വലുതായിട്ട് എസ്പെഷ്യലി ജാപ്പനീസ് മാർക്കറ്റ് ഇടിഞ്ഞ പോയിന്റ്സ് എല്ലാം റിക്കവർ ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ. ഞാനിപ്പോൾ വായിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഓവർ ടു യു PG. താങ്ക് യു. ഇന്ന് പദപരിചയം പദപരിചയം വിട്ടുപോയി. പദപരിചയം ഓർമ്മപ്പെടുത്തിയതിന് നന്ദി.
ഇന്ന് നമ്മൾ ഒരു പദം നമ്മൾ പറയാം. NAV എന്ന് പറഞ്ഞൊരു പദം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് പറയുന്നത് NAV. ഇത് ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പദമാണ്. NAV എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ യൂണിറ്റുകളാണ് നമുക്ക് അലോട്ട് ചെയ്യുന്നത്. പൊതുവെ 10 രൂപയാണ് അതിന്റെ മുഖവിലയുള്ള യൂണിറ്റുകൾ നമ്മൾ മേടിക്കുന്നത്. ആ 10 രൂപ ആണ് ഒരു യൂണിറ്റിന്റെ സാധാരണ അത് തുടക്കത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ളത്. പിന്നെ അത് ഓരോ ദിവസവും മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം നമ്മളിൽ നിന്നും വാങ്ങിച്ച പൈസ ആ മ്യൂച്വൽ ഫണ്ട് സ്കീം ഏതൊക്കെ ആസ്തികളിൽ നിക്ഷേപിച്ചോ ആ ആസ്തികളുടെ മൂല്യം നോക്കിയിട്ട് മൊത്തം യൂണിറ്റിനെ അതുകൊണ്ട് ഹരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നതാണ് അന്നത്തെ നെറ്റ് അസറ്റ് വാല്യൂ. അതായത് ഇപ്പോൾ 2 പേര് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ 100 രൂപ വീതം നിക്ഷേപിച്ചു എന്ന് വെക്കുക. അവർക്ക് 2 പേർക്കും 10 യൂണിറ്റ് അലോട്ട് ചെയ്യും. മൊത്തം മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ 200 രൂപയാണ് ഉള്ളത്. ആ 200 രൂപ അവർ മാർക്കറ്റിൽ 4 ഓഹരികളിലായിട്ട് 50 രൂപ വെച്ച് നിക്ഷേപിച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് അവസാനിക്കുമ്പോൾ ആ 4 ഓഹരികളുടെയും വില ഇവരെടുക്കും. 50 രൂപ വെച്ച് നിക്ഷേപിച്ച ഓരോ ഓഹരിയുടെയും വില എടുക്കുമ്പോൾ അതിന്റെ വ്യതിയാനങ്ങൾ കണക്കാക്കിയിട്ട് ആ എല്ലാം കൂടെ നോക്കുമ്പോൾ 200 രൂപയുടെ നിക്ഷേപം ചിലപ്പോൾ അത് 201, 205, 210 ആകും. അപ്പൊ ആ 210 ഡിവൈഡഡ് ബൈ 20, അപ്പോ ആ സംഖ്യയാണ് അന്നത്തെ നെറ്റ് അസറ്റ് വാല്യൂ. അപ്പൊ അന്ന് നമ്മൾ ആ യൂണിറ്റ് തിരിച്ച് വിൽക്കുകയാണെങ്കിൽ, ആ മ്യൂച്വൽ ഫണ്ട് തിരിച്ച് വിൽക്കുകയാണെങ്കിൽ നമ്മൾ 10 രൂപയ്ക്ക് മേടിച്ചത് അന്നത്തെ ആ നെറ്റ് അസറ്റ് വാല്യൂവിൽ നമുക്ക് തിരിച്ച് പൈസ നൽകേണ്ടി വരും ആ മ്യൂച്വൽ ഫണ്ടിന്. അതായത് ഈ NAV താഴോട്ടും പോകാം മുകളിലോട്ടും പോകാം. ഈ NAV ആണ് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റിന്റെ വില നിർണ്ണയിക്കുന്ന ഒരു സൂചിക. അതാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ. പലതരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പിന്നെ കടപ്പത്ര അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഓഹരിയും കടപ്പത്രവും രണ്ടിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ഈ NAV എന്ന നമ്പർ എന്നും രാത്രി 8 മണിക്ക് പബ്ലിഷ് ചെയ്യും. മാർക്കറ്റ് അവസാനിച്ചിട്ട് അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലാഭനഷ്ടങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. സോ ഇതാണ് നെറ്റ് അസറ്റ് വാല്യൂ. നാളെ വീണ്ടും ഒരു പദവുമായി എത്താം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓവർ ടു യു PJ. താങ്ക് യു വെങ്കടേഷ് അയ്യർ.